എൻ്റെ ബാക്കിലേക്ക് കാണുന്നതാണ് നമ്മൾ ഈ പാം ഓയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണൻ്റെ പന. ഇപ്പോൾ നമ്മളെ നാട്ടിലുണ്ടെന്നുള്ളത് അധികം ആർക്കും അറിയില്ല, പക്ഷെ നമ്മളെ നാട്ടിലുണ്ട് ഇത്. ഇപ്പോൾ ഈ കൃഷി അധികം പോലും ഉപയോഗിക്കണില്ല തോന്നുന്നുണ്ട്. ഞാനിതുമേ എണ്ണപ്പനൻ്റെ എണ്ണക്കുരു ഉണ്ടാവുമെന്ന് കരുതിയാണ്ട് വന്നതാണ്, നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് കരുതിയാണ്ട്. ഞാനത് കണ്ടതാണ്, അപ്പോൾ നിങ്ങൾക്കും കാണിച്ച് തരണമെന്ന് കരുതിയാണ്ട് വന്നതാണ്. വന്ന് നോക്കുമ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ഇല്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇല്ല, പന കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയാണ്ട് കാണിച്ചു തരികയാണ്. എത്രത്തോളം ക്ലിയർ ഉണ്ട് ഈ വീഡിയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ കാണുന്നതാണ് എണ്ണപ്പനാൾ. നമ്മളെ നാട്ടിൽ തന്നെയാണ് ഇതുള്ളത്. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ ആർക്കും അറിയില്ലായിരിക്കും ഇങ്ങനെ പാം ഓയിൽ ഉണ്ടാക്കുന്നത് ഒരു പനമെന്നാണ്, ആ പനയാണ് ഈ കാണുന്നത് എന്നുള്ളതൊന്നും ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ലായിരിക്കും. ഞാൻ തന്നെ ഇത് ഈ നമ്മുടെ നാട്ടിൽ ഈ കൃഷി തുടങ്ങിയതിന് ശേഷമാണ് ഈ പാം ഓയിലിൻ്റെ ഇതൊക്കെ കാണുന്നത്. അതുവരെ എനിക്കും അറിയില്ലായിരുന്നു. നിങ്ങളിലും അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവിടെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ നമ്മളെ ഈ പരിസരത്ത് വേറെ ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ അറിവിൽ ഇവിടെ അടുത്തൊന്നും വേറെ എണ്ണപ്പനത്തോട്ടം ഉള്ളതായിട്ടുള്ള അറിവില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. എൻ്റെ അറിവിലില്ല. ഇതാണ് എണ്ണപ്പനൻ്റെ തോട്ടം. ഇവിടെ ഒരു പ്രത്യേക കാറ്റുണ്ടാവും, നല്ല സുഖമുണ്ട്. ഇങ്ങോട്ട് കയറി വരാൻ നല്ലോണം മല്ലിക്കെട്ടിയെങ്കിലും ഇവിടെ എത്തിയപ്പോൾ നല്ല കാറ്റും നല്ല സുഖമുണ്ട്. ഇത് കാണുമ്പോൾ ഈത്തപ്പനായിട്ട് സാമ്യം ഉണ്ടെങ്കിലും സംഭവം ഈത്തപ്പനല്ല, എണ്ണപ്പന തന്നെയാണ്. ഇതുമ്പോൾ ഉണ്ടാവുന്ന എണ്ണപ്പനൻ്റെ കുരും ഈത്തപ്പനത്തിനൊരു സാമ്യത്തെ ഈത്തപ്പനൻ്റെ കൊല പോലെ തന്നെ ആണ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പനമേലും അത് ഉണ്ടായിട്ടില്ല. അതിന് സീസൺ ഉണ്ടാവുക കാരണം അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഒന്നും വീട്ടില്ല. ഈത്തപ്പനൻ്റെ മാതിരി തന്നെയാണ് ആ ഒരു കൊലയായിട്ടാണ് ഇതുമ്മയും ആ കുരു ഉണ്ടാവുക. പക്ഷേ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ഇത് കാണാൻ പറ്റിയില്ല. ഇനി എന്തെങ്കിലും ചെല്ലുമ്പോൾ കാണുകയാണെങ്കിൽ ഞാൻ എടുത്താണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പ്രകൃതിൻ്റെ ഒരു ഭംഗിയാണ് ഈ കാണുന്നത്. എത്രയേ ദൂരത്തേക്ക് കാണുന്നുണ്ട്, ഫുള്ള് മലകൾ. കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ ഇപ്പോൾ ഒരു ഈ എണ്ണപ്പന ഒഴിവാക്കിയാണ്ട് കുറേ പറിച്ച് കളഞ്ഞാണ്ട് അവിടെ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കൃഷി നടത്തുന്നുണ്ട് പരീക്ഷണകാരം. അതിന് ഒന്നുമേ മാത്രമാണ് ഇപ്പോൾ ഞാനിത് പൂവിട്ട് കണ്ടത്. അതിന് സീസൺ ആവില്ല. പിന്നെ പെരും വെയിലുമാണ്, നമ്മൾ തന്നെ അവിടെ നിന്നാൽ കരിഞ്ഞു പോകും, അത്രയും വെയിലാണ് അവിടെ.